ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 18-ാം ദിവസം. ശ്രീരാമചന്ദ്രൻ ചാതുർമാസ്യ വ്രതത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഋഷ്യമൂകത്തിലുള്ള പ്രവർഷണഗിരിയിലെ ഒരു ഗുഹയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സിദ്ധന്മാരും യോഗിമാരും മനുഷ്യഭാവം പൂണ്ട് അവതരിച്ചിട്ടുള്ള നാരായണനെ കണ്ട് വന്ദിക്കുവാനായി അവിടെ എത്തിയിരിക്കുന്നു. സ്ഥാവര ജംഗമാദികളെല്ലാം അവിടെ സസുഖം വാണരുളുകയാണ്. ആഷാഢമാസത്തിലെ ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ഏകാദശി വരെ, അതായത് കർക്കടക മാസത്തിലെ ഏകാദശി മുതൽ വൃശ്ചിക മാസത്തിലെ ഏകാദശി വരെയാണ് ചാതുർമാസ്യ വ്രതാചരണ കാലഘട്ടം. കിഷ്കിന്ധയിൽ സുഗ്രീവനെ മഹാരാജാവായും അംഗദനെ യുവരാജാവായും രുമയെ മഹാരാജ്ഞിയായും താരയെ സർവാധികാരങ്ങളോടും കൂടി അമ്മ മഹാരാജ്ഞിയായും ലക്ഷ്മണനാൽ വാഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഹനുമാനെ പ്രധാനമന്ത്രിയായും നിയോഗിച്ചിരിക്കുന്നു. തൻ്റെ കടമകളെല്ലാം പൂർത്തീകരിച്ച് ലക്ഷ്മണൻ രാമസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാമനോടൊപ്പം തന്നെ ചാതുർമാസ്യ വ്രതത്തിൽ പ്രവേശിക്കുകയുമാണ്. ഒരിക്കൽ പ്രവർഷണഗിരിയിൽ ഏകാന്തതയിലിരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് എല്ലാവർക്കും മോക്ഷപ്രദമായ ക്രിയാമാർഗം ഉപദേശിച്ചു തരുവാൻ ലക്ഷ്മണൻ അപേക്ഷിക്കുകയാണ്. അനുജൻ്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ശ്രീരാമദേവൻ ക്രിയാമാർഗം അവന് ഉപദേശിക്കുകയാണ്. പുരുഷാർത്ഥങ്ങൾ അനുഭവിക്കുവാൻ ഇതിൽ പരം മറ്റൊന്നില്ല. ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ പൂജാവിധികൾ നിരവധിയാണ്, അതിനവസാനമില്ല. പൂജാവിധികളിലൂടെ ഈശ്വരപ്രീതി ആഗ്രഹിക്കുന്നവർ ആദ്യം അവരുടെ ഗോത്ര പാരമ്പര്യമനുസരിച്ച് അറിവ് സമ്പാദിക്കുകയും ബ്രാഹ്മണ്യം നേടുകയും വേണം. പിന്നീട് ഒരു സദ്ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ഭക്ത്യാദരം മന്ത്രോപദേശം സ്വീകരിക്കണം. ഗുരുവിൻ്റെ ഉപദേശപ്രകാരമാണ് പിന്നീടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. സംശയലേശമന്യേ ആർക്കും പൂജ ചെയ്യാവുന്നതാണ്. അവരവരുടെ ഹൃദയകമലത്തിൽ വെച്ചോ അഗ്നിയിലോ പ്രതിമകളിലോ സൂര്യനിലോ സാളാഗ്രാമത്തിലോ ഈശ്വര സങ്കല്പം ചെയ്ത് പൂജിക്കാവുന്നതാണ്. സാളാഗ്രാമമാണ് ഉത്തമം. ഈശ്വര സങ്കല്പം ചെയ്ത് പൂജ ആരംഭിക്കാം. തുടങ്ങിയാൽ പിന്നെ ഉപേക്ഷ വരുത്തരുത്. ഉപാസകൻ അതിരാവിലെ എഴുന്നേറ്റ് വൈദികവും താന്ത്രികവും ആയിട്ടുള്ള മന്ത്രസഹിതം സ്നാനം ചെയ്യേണ്ടതാണ്. അതിനുശേഷം സന്ധ്യാവന്ദനാദികൾ അനുഷ്ഠിക്കണം. പിന്നീട് ആചാര്യൻ ഞാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, അതായത് വിഷ്ണുവാണെന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യാവുന്നതാണ്. ശിലയിലാണ് പൂജയെങ്കിൽ അഭിഷേകം ചെയ്യണം. മറ്റു ഉപാധികളിലാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം. ഗന്ധപുഷ്പങ്ങൾ ചാർത്തി പൂജിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകും. കാമക്രോധാദികളെ മനസ്സിൽ നിന്ന് കളഞ്ഞ് വ്രതശുദ്ധിയോടുകൂടി വേണം പൂജ ചെയ്യേണ്ടത്. ശിലയാണെങ്കിലും മറ്റ് ഉപാധികളാണെങ്കിലും അവയെല്ലാം നല്ലപോലെ അലങ്കരിക്കുന്നത് എനിക്ക് പ്രിയങ്കരമാണ്. അഗ്നിയിലാണ് പൂജയെങ്കിൽ ഹവിസ് ഹോമിക്കണം. ആദിത്യ പൂജയാണെങ്കിൽ നിലത്ത് പത്മമിട്ട് വേണം പൂജിക്കേണ്ടത്. ഉപാസകൻ ഭക്തിയോടെ തരുന്ന വെള്ളം പോലും എനിക്ക് അതിപ്രിയമാണ്. അപ്പോൾ ഭക്ഷ്യ ഭോജാദികളും
ഗന്ധം, പുഷ്പം, അക്ഷതം എന്നിവയാലും സമർപ്പിക്കപ്പെടുന്ന പൂജ എനിക്ക് അത്യന്തം സ്വീകാര്യവുമാണ്. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് പൂജക്കാവശ്യമായ സാധനങ്ങളൊക്കെ സംഭരിച്ച് വെക്കണം. ഇരിക്കുവാൻ തോലോ വസ്ത്രമോ ദർഭയോ ഉപയോഗിക്കാവുന്നതാണ്. തെളിഞ്ഞ മനസ്സോടെ ദേവന് അഭിമുഖമായി ഇരിക്കുക. എന്നിട്ട് കേശവാദി 24 നാമങ്ങളെ കൊണ്ട് തത്വന്യാസവും വിഷ്ണു പഞ്ചര സ്തോത്ര വിധി അനുസരിച്ച് പഞ്ചരന്യാസവും മന്ത്രന്യാസവും ചെയ്യണം. ഇത് ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടതാണ്. ഉപാസകനിലും പ്രതിമാദികളിലും ന്യാസവിധികൾ അനുഷ്ഠിക്കണം. പൂജക്കാവശ്യമായ ജലപാത്രം മുമ്പിൽ ഇടതുഭാഗത്തും ഗന്ധപുഷ്പാക്ഷതങ്ങൾ വലതുഭാഗത്തും വെക്കണം. അർഘ്യപാദ്യാദികൾക്കും മധുപർക്കത്തിനും ആചമനത്തിനുമായി 4 പാത്രങ്ങൾ വെക്കണം. അനന്തരം മിന്നൽ പിണർ പോലെ പ്രഭയുള്ള എൻ്റെ കലയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ധ്യാനിക്കണം. പിന്നീട് ഈ കല ദേഹമാസകലം വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കണം. ആ സങ്കല്പം ഉറച്ചതിന് ശേഷം ആ കലയെ പ്രതിമാദികളിലേക്ക് ആവാഹിക്കണം. അങ്ങനെ ആവാഹിച്ചതിന് ശേഷം പാദ്യം, അർഘ്യം, ആചമനീയം, സ്നാനം, വസ്ത്രവിഭൂഷണ സമർപ്പണങ്ങൾ എന്നിവയൊക്കെ നടത്തണം. നിത്യവും കർപ്പൂരം, കുങ്കുമം, അകിൽ, ചന്ദനം, മംഗളകരമായ ഗന്ധപുഷ്പങ്ങൾ എന്നിവ സമർപ്പിച്ച് മന്ത്രപൂർവകം എന്നെ പൂജിക്കാവുന്നതാണ്. വേദവിധിപ്രകാരം ധൂപം, ദീപം, നീരാജനം, നൈവേദ്യം എന്നിവ ശ്രദ്ധയോടുകൂടെ സമർപ്പിക്കണം. ഉപാസകൻ മന്ത്രവിധി അറിയാവുന്നവനാണെങ്കിൽ പൂജയ്ക്ക് ശേഷം ഹോമം ചെയ്യണം. അഗസ്ത്യ മഹർഷിയുടെ വിധിപ്രകാരം കുണ്ഡം നിർമ്മിച്ച് അതിൽ വിധിപൂർവകം മൂലമന്ത്രം കൊണ്ടോ പുരുഷസൂക്തം കൊണ്ടോ ഹോമം നടത്താവുന്നതാണ്. അഗ്നിഹോത്രിയാണെങ്കിൽ ഔപാസനാഗ്നിയിൽ ഹവിസ് സമർപ്പിച്ച് ഹോമിക്കണം. ഹോമവേളയിൽ കാച്ചിയെടുത്ത തങ്കത്തിളക്കമുള്ള ആഭരണ വിഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുള്ള യജ്ഞപുരുഷൻ്റെ രൂപത്തിൽ ഞാൻ അഗ്നിമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സങ്കൽപ്പിക്കണം. എൻ്റെ പാർഷദന്മാർക്ക് ബലി കൊടുത്ത ശേഷമേ ഹോമം അവസാനിപ്പിക്കുവാൻ പാടുള്ളൂ. അതിനുശേഷം മൗനം പൂണ്ട് മനസ്സിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രാക്ഷരങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കണം. പിന്നീട് താംബൂലവും മറ്റും പ്രീതിയോടെ സമർപ്പിക്കണം. അതിനുശേഷം നൃത്തവും സ്തുതി പാടാദികളും ആകാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ തരുന്നതാണെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് പൂജിച്ച പുഷ്പം പ്രസാദമായി എടുത്ത് ശിരസിൽ ധരിക്കുകയും എൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുകയും വേണം. ഭഗവാനെ, എന്നെ സംസാര ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം പ്രതിമാദികളിൽ നിന്ന് ജീവകലയെ വീണ്ടും ഹൃദയത്തിലേക്ക് തന്നെ ആവാഹിക്കണം. ഈ വിധം ഞാൻ ഉപദേശിച്ച ഉത്തമമായ ക്രിയായോഗത്തെ ഭക്തിയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് നിത്യപൂജ ചെയ്തതിൻ്റെ ഫലമുണ്ടാവും. ഇങ്ങനെ ക്രിയാമാർഗോപദേശം ലക്ഷ്മണന് ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കവേ കിഷ്കിന്ധാ മഹാപുരിയിൽ സുഖിച്ച് മതിച്ച് വാഴുന്ന സുഗ്രീവനോട് സവിനയം ഹനുമാൻ ഇപ്രകാരം ഉണർത്തിക്കുകയാണ്. സഖ്യവ്യവസ്ഥ പ്രകാരം ശ്രീരാമചന്ദ്രൻ അങ്ങേക്ക് എല്ലാം നേടിത്തന്നിരിക്കുകയാണ്. അങ്ങാണെങ്കിലോ മദ്യത്തിലും മദിരാക്ഷിയിലും മുഴുകി വാഗ്ദാനങ്ങളും കടമകളും മറന്ന് സുഖിച്ച് വാഴുകയുമാണ്. രാമനോട് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. സത്യലംഘനം രാമൻ ഒരിക്കലും പൊറുക്കുകയില്ല. ബാലിയെ വധിച്ച അസ്ത്രം ഇപ്പോഴും രാമൻ്റെ കയ്യിലുണ്ടെന്ന് നാം ഓർക്കേണ്ടതാണ്. ഇത് കേട്ട് ചാടി എഴുന്നേറ്റ സുഗ്രീവൻ ഹനുമാനോട് പറയുകയാണ്,
സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തെത്തുകയില്ലല്ലോ. ഹനുമാന്റെ ഔദ്യോഗിക തലത്തിലുള്ള കർത്തവ്യബോധവും ഹനുമാനെ ബഹുമാനിച്ചുകൊണ്ടുള്ള സുഗ്രീവന്റെ വാക്കുകളും പ്രവൃത്തിയും എക്കാലത്തും ഭരണാധികാരികൾക്കുള്ള ഒരു പാഠമാണ്, പ്രബോധനമാണ്. ഹനുമാന്റെ യഥാസമയത്തുള്ള പ്രവൃത്തി കാരണം കർമ്മബോധം തിരിച്ചു കിട്ടിയ സുഗ്രീവൻ സീതാന്വേഷണാർത്ഥം നാനാ ദിക്കുകളിലുമുള്ള വാനരവീരന്മാരെ വരുത്തുവാൻ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. ഹനുമാൻ അതിനുള്ള വ്യവസ്ഥ പൂർത്തീകരിക്കുകയുമാണ്. അങ്ങനെയിരിക്കെ ചാതുർമാസ്യ വ്രതം അവസാനിപ്പിച്ചു. രാമനിൽ സീതയെക്കുറിച്ചുള്ള ചിന്തകൾ അപ്പോൾ ചിറക് വിടർത്തി ആടുകയാണ്. പ്രിയതമയെ കണ്ടുമുട്ടിയ നിമിഷം മുതൽക്കുള്ള ഓരോരോ സംഭവങ്ങൾ രാമനെ വികാരാധീനനാക്കുകയാണ്. സഖ്യപ്രകാരം സുഗ്രീവൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ രാമനുണ്ടാവുകയും സുഗ്രീവൻ്റെ നിജസ്ഥിതി അറിയുവാനും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുമായി ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് പറഞ്ഞയക്കുകയുമാണ് രാമൻ. രാമഭദ്ര നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ കിഷ്കിന്ധാപുരത്തിൽ എത്തുകയാണ്. ലക്ഷ്മണന്റെ ഭാവം കോപത്തിൽ അധിഷ്ഠിതവുമായിരിക്കുന്നു. കിഷ്കിന്ധയിലെത്തിയ ലക്ഷ്മണൻ ചെറുഞാണൊലി പുറപ്പെടുവിക്കുകയാണ്. ഞാണൊലി കേട്ട് പരിഭ്രമിച്ച വാനരന്മാർ അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേടിച്ച് മലമൂത്രങ്ങൾ വിസർജിച്ചു പോവുകയാണ്. ബഹളം കേട്ട് അംഗദൻ ഓടിയെത്തി രോഷാകുലനായ സൗമിത്രിയെ സ്വാന്തനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സൗമിത്രി അവനോട് പറയുന്നു, ഗച്ഛവത്സത്വം പിതൃവ്യനെ കണ്ട് ചൊൽകി ചെയ്ത കാര്യങ്ങൾ പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമ വിളംബിതം വരും. ഉടൻ തന്നെ അംഗദൻ സുഗ്രീവന്റെ സമീപം ചെന്ന് ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് ഉണർത്തിക്കുകയാണ്. സന്ത്രസ്തനായ സുഗ്രീവൻ ഉടൻ മാരുതിയെ വരുത്തുകയാണ്. നയചാതുര്യത്തോടുകൂടി ലക്ഷ്മണനെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ടുവരുവാൻ ഹനുമാനെ പറഞ്ഞയക്കുകയാണ്. പിന്നെ താരയെ വിളിച്ച് കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തെത്തിച്ചേരുന്ന ലക്ഷ്മണനെ ശാന്തചിത്തനാക്കി തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാനും നിർദ്ദേശിക്കുകയാണ്. ഹനുമാനും താരയും തങ്ങളുടെ ഉത്തരവാദിത്വം സ്തുത്യർഹമായി നിർവഹിച്ചു. അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുവാൻ വെമ്പുന്ന ലക്ഷ്മണനെ ശാന്തനാക്കി രാജാ സുഗ്രീവന്റെ സമീപത്തെത്തിച്ചിരിക്കുകയാണ്. അവർ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിച്ചു. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാലവിളംബത്തിന് ക്ഷമ ചോദിച്ച ശേഷം സുഗ്രീവൻ പറയുകയാണ്, ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നിയോഗത്തെ വഹിക്കുന്നു. സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ്റെ ആ ശൗര്യം, ലക്ഷ്മണൻ്റെ ഉള്ളിലുണ്ടായ കോപം വല്ലാതെ അലിഞ്ഞു പോവുകയാണ്. എന്നിട്ട് ലക്ഷ്മണൻ സുഗ്രീവനോട് ക്ഷമ എന്നവണ്ണം പറയുകയാണ്, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞത് ഒക്കെ ക്ഷമിക്ക മഹാഭഗനല്ലോ നീ. നിങ്കൽ പ്രണയാധിക്യമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞതുമാമെടോ. അല്ലയോ സുഗ്രീവ, കോപമുണ്ടായപ്പോൾ
അവിവേകിയായ ഞാൻ പറഞ്ഞിട്ടുള്ള ധാർഷ്ട്യമായ വാക്കുകളെ എല്ലാം തന്നെ അങ്ങ് പൊറുക്കുക. അങ്ങയിലുള്ള സ്നേഹാധിക്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സുഗ്രീവൻ്റെ മനം അപ്പോൾ സന്തുഷ്ട പൂർണ്ണമാവുകയാണ്. ലക്ഷ്മണനോടൊന്നിച്ച് സുഗ്രീവനും അപ്പോൾ തന്നെ തേരിൽ കരേറി രാമനെ സന്ദർശിക്കാനായി പുറപ്പെടുകയാണ്. വമ്പിച്ച വാനര സൈന്യവും അംഗദൻ, ജാമ്പവാൻ, നീലൻ എന്നിവരും കൂടെ ചേർന്നിരിക്കുകയാണ്. രാമനെ നേരിൽ കണ്ട് തൻ്റെ അപരാധങ്ങൾക്ക് ക്ഷമ എന്ന് പറഞ്ഞ് ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് സുഗ്രീവൻ. രാമനാവട്ടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അങ്ങേക്കും സൗഖ്യമാണോ എന്ന് അന്വേഷിക്കുകയാണ്. മാത്രമല്ല തൻ്റെ കൂടെ തൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ സുഗ്രീവനെയും പിടിച്ചിരുത്തുകയാണ്. നോക്കുക, ശ്രീരാമചന്ദ്രൻ്റെ ആ മഹാഭാവം, പ്രകൃതിയിലെ എല്ലാം തന്നെ താനാണ് എന്ന ഉറച്ച സന്ദേശം രാമൻ പ്രകൃതിക്കാകവെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്നത്തെ സത്സംഗം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.